സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നാം ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേര് നാലാമത്തെ ചാപ്റ്ററായ റാൻഡം വേരിയബിൾസ്, അനിയത ചരങ്ങൾ എന്ന ചാപ്റ്ററാണ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളുമാണ്. അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളാണ്. അത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള കുറച്ച് ഐഡിയാസ് നമ്മൾ അറിയണം. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പ്രോബബിലിറ്റിയിൽ റാൻഡം എക്സ്പെരിമെൻറ്റ്, സാമ്പിൾ പോയിൻറ്റ്സ്, സാമ്പിൾ സ്പേസ് എന്നീ ആശയങ്ങൾ വിശദമായി പഠിച്ചിട്ടുണ്ട്. അതിൽ റാൻഡം എക്സ്പെരിമെൻറ്റ് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി തരാം. ആൻ എക്സ്പെരിമെൻറ്റ് വിത്ത് മോർ ദാൻ വൺ ഔട്ട്കം വിച്ച് ക്യാൻ ബി റിപ്പീറ്റഡ് എനി നമ്പർ ഓഫ് ടൈംസ്. As repetition increases, the result varies irregularly from repetition to repetition. ഒന്നിൽ കൂടുതൽ ഫലങ്ങളുള്ള, എത്ര തവണ വേണമെങ്കിലും ആവർത്തിക്കാൻ സാധിക്കുന്ന, ആവർത്തിക്കുന്തോറും ഫലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളെയാണ് റാൻഡം എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ അനിയത പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ബേസിക്കായിട്ട് പറയുന്ന ഒരു എക്സാമ്പിളാണ് ടോസിങ് എ കോയിൻ. അപ്പോൾ അതിൽ രണ്ട് റിസൾട്ടുണ്ട്, ഒന്ന് ഹെഡും ഒന്ന് ടെയിലും. അപ്പോൾ രണ്ട് റിസൾട്ടായി, അതായത് ഒന്നിൽ കൂടുതലായി. അത് എത്ര തവണ വേണമെങ്കിലും നമുക്ക് ആവർത്തിക്കാം. ആവർത്തിക്കും തോറും ഫലങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇതിൽ കിട്ടിയ ഹെഡിന് നമ്മൾ എച്ച് എന്നും ടെയിലിന് ടി എന്നും സൂചിപ്പിച്ചാൽ അതിനെയാണ് സാമ്പിൾ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ റിസൾട്ടുകളെ മുഴുവനും എസ് എന്ന സിമ്പിൾ ഉപയോഗിച്ച് സാമ്പിൾ സ്പേസ് എസ് സമം ഹെഡ് കോമ ടെയിൽ എന്ന് ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതി വയ്ക്കും. അതിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഇനി ആ കോയിൻ നമ്മൾ 3 പ്രാവശ്യമാണ് എറിഞ്ഞതെങ്കിൽ ആ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഹെഡ് ഹെഡ് ഹെഡ്, 3 പേർക്കും ഹെഡ്, പിന്നെ ഹെഡ് ഹെഡ് ടെയിൽ, എക്സെട്രാ എക്സെട്രാ, ടെയില് ടെയില് ടെയില്. അതാണ് അവിടുത്തെ സാമ്പിൾ സ്പേസ്. ഇത് ഓർമ്മിപ്പിച്ചതാണ്. ഇതിൽ ഞാൻ ഇന്നാദ്യമായിട്ട് പരിഗണിക്കുന്നത് ഒരു കോയിൻ 2 പ്രാവശ്യം എറിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സാമ്പിൾ സ്പേസ് നോക്കിയാൽ അറിയാം. എസ് ഈക്വൽ ടു ഹെഡ് 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 ടെയില് ടെയിൽ ഹെഡ് ടെയിൽ ടെയിൽ. ഞാൻ ഈ സാമ്പിൾ സ്പേസ് നോക്കിയിട്ട് ഒരു വേരിയബിൾ നിർവചിക്കാൻ പോവുകയാണ്. വേരിയബിൾ ആകുമ്പോൾ ഞാൻ എപ്പോഴും എക്സ് എന്നാണ് എടുക്കാറുള്ളത്. ഞാൻ എക്സിനെ സെലക്ട് ചെയ്യുകയാണ്. എക്സ് ബി നമ്പർ ഓഫ് ഹെഡ്സ്. ഈ സാമ്പിൾ സ്പേസിൽ കാണുന്ന ഓരോ സാമ്പിൾ പോയിൻറ്റിൻ്റെയും ഹെഡിൻ്റെ എണ്ണം, തലകളുടെ എണ്ണമാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹെഡ് ഹെഡ് 2 എണ്ണമുണ്ട്, ഹെഡ് ടെയില് ഹെഡ് ഒരെണ്ണമേ ഉള്ളൂ, ടെയിൽ ഹെഡ് 1 ഹെഡേ ഉള്ളൂ, ടെയിൽ ടെയില് അതിൽ ഹെഡേ ഇല്ല. അപ്പോൾ എക്സ് ബി നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുമ്പോൾ എക്സിന് സ്വീകരിക്കാൻ പറ്റുന്ന വിലകൾ 0, 1, 2 എന്ന് പറഞ്ഞാൽ 0 കറസ്പോണ്ട്സ് ടു ടെയിൽ ടെയിൽ, 1 കറസ്പോണ്ട്സ് ടു എച്ച് ടി ആൻഡ് ടി എച്ച്. അപ്പോൾ ഒരു ഹെഡ് ഉള്ളതുകൊണ്ടാണ് അതിന് എച്ച് ടിയും ടി എച്ചും എന്ന് മനസ്സിലാക്കി ആ റാൻഡം വേരിയബിളിന് 1 എന്ന വില കൊടുത്തത്. അടുത്ത എച്ച് എച്ച്, അതിന് 2 ഹെഡ് ഉള്ളത് കൊണ്ട് 2 എന്ന വില കൊടുത്തു. അപ്പോൾ ആ സാമ്പിൾ സ്പേസിനെ ഞാൻ വേരിയബിളാക്കി മാറ്റിയപ്പോൾ എക്സ് ഈക്വൽ ടു 0, 1, 2 എന്ന് മാറി. 0 എന്ന് പറഞ്ഞാൽ തല ഇല്ല, 1 എന്ന് പറഞ്ഞാൽ 1 തല, 2 എന്ന് പറഞ്ഞാൽ 2 തല. ഇനി നമ്മൾ ഈ പ്രോബബിലിറ്റി ആയിട്ട് ഇതിനെ ഒന്ന് കണക്ട് ചെയ്യുകയാണ്. ഞാൻ സാമ്പിൾ സ്പേസ് നോക്കിയിട്ട് പ്രോബബിലിറ്റി എഴുതുകയാണ്. പ്രോബബിലിറ്റി ഓഫ് ടെയിൽ ടെയിൽ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ തലയേ ഇല്ല, തല ഇല്ല എന്ന് പറഞ്ഞാൽ ടെയിൽ ടെയിൽ മാത്രം. അപ്പോൾ സാമ്പിൾ സ്പേസിൽ 4 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ 1/4. ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ബൈ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സാമ്പിൾ സ്പേസ്. ഇനി അടുത്ത എക്സിന് 1 ആകുന്നത് എന്ന് പറഞ്ഞാൽ ആ ഇവൻ്റ് എന്ന് പറയുന്നത് ഹെഡ് ടെയിലാണ്. ഹെഡ് ടെയില്, അപ്പോൾ പ്രോബബിലിറ്റി 1/4. പ്രോബബിലിറ്റി ഓഫ് ടെയിൽ ഹെഡ് എന്ന് പറഞ്ഞാൽ 1 തല, അന്നേരവും പ്രോബബിലിറ്റി 1/4. എക്സിൻ്റെ വില 1 ഇവിടെ ആയതുകൊണ്ട് 2 പ്രോബബിലിറ്റിയും കൂടെ ഞാൻ യോജിപ്പിച്ച് 1/4 പ്ലസ് 1/4 2/4 എന്ന് എഴുതുന്നു. അടുത്തത് പ്രോബബിലിറ്റി ഓഫ് ഹെഡ് ഹെഡ് വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2, 2 തലയുടെ പ്രോബബിലിറ്റി വിച്ച് ഈസ് ഓൾസോ 1/4. അപ്പോൾ മുകളിൽ കിട്ടിയ സാധനം എല്ലാം കൂടെ ഞാനൊരു ടേബിളിലാക്കി എഴുതിയാൽ എക്സ് തൊട്ട് താഴെ പ്രോബബിലിറ്റി ഓഫ് എക്സ്, എക്സ് 0, 1, 2 കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് പി ഓഫ് എക്സ്. 0 ആയാൽ 1/4, എക്സ് 1 ആയാൽ 2/4, 2 ആയാൽ 1/4.
ഇനി നമ്മൾ ഈ പഠിച്ച വേരിയബിളിനെ ഒന്ന് വളരെ സ്ട്രെസ് ചെയ്ത് പഠിപ്പിക്കണം. വാട്ട് ഈസ് റാൻഡം വേരിയബിൾ? A real valued function defined over the sample space of a random experiment is called random variable. അപ്പോൾ നമ്മൾ എടുത്തത് x equal to 0, 1, 2 എല്ലാം റിയൽ വാല്യൂ ആണ്. റിയൽ വാല്യൂ എന്ന് പറഞ്ഞാൽ രേഖീയ രേഖയിൽ അടയാളപ്പെടുത്തുന്ന സംഖ്യകൾ, രേഖീയ സംഖ്യകളുടെ വിലകൾ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. അതെവിടെയാണ്? സാമ്പിൾ സ്പേസിനെ അടിസ്ഥാനമാക്കിയാണ് നിർവചിച്ചിട്ടുള്ളത്. ആ ഏകതത്തെയാണ് അനിയത ചരം അല്ലെങ്കിൽ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. രേഖീയ സംഖ്യകൾ മാത്രം വിലകളായി സ്വീകരിക്കുന്ന സാമ്പിൾ തലത്തിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ള ഏകതത്തെ അനിയത ചരം എന്ന് പറയുന്നു. നല്ല ഡെഫിനിഷൻ ആണെങ്കിൽ എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ ദി സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻ്റ് ഈസ് കോൾഡ് റാൻഡം വേരിയബിൾ. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസിനകത്ത് നിർവചിക്കപ്പെട്ടിട്ടുള്ള ഏകത, അതിനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. റാൻഡം വേരിയബിൾ അപ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്, 2 ടൈപ്സ് ഓഫ് റാൻഡം വേരിയബിൾസ്. ഒന്നാമത്തത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, അതായത് വേറിട്ട അനിയത ചരം. രണ്ടാമത്തത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ, തുടർ അനിയത ചരം. ഇപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ്. നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ഫാമിലി, നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ഒക്കേർഡ് ഇൻ എ സിറ്റി, നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് റിസീവ്ഡ് അറ്റ് എ കോൾ സെൻറ്റർ ഇൻ എ മന്ത്. ഇങ്ങനെയൊക്കെ പറയുന്നതാണ് ഡിസ്ക്രീറ്റ്, അതായത് കൗണ്ടബിളി, എണ്ണാൻ പറ്റുന്നവ. അപ്പോൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ എണ്ണാൻ പറ്റാതെ കണ്ടിന്യൂസ് വാല്യൂസ് സ്വീകരിക്കാൻ പറ്റുന്നവ. നമുക്ക് ഒത്തിരി എക്സാമ്പിൾ പറയാൻ പറ്റും ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിന്. അടുത്ത പ്രോപ്പർട്ടീസ് ഓഫ് റാൻഡം വേരിയബിൾസ്. ഇഫ് എക്സ് ആൻഡ് വൈ ആർ എനി 2 റാൻഡം വേരിയബിൾസ്, സ്മോൾ എ ആൻഡ് സ്മോൾ ബി ആർ കോൺസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ആ എക്സ് എന്ന റാൻഡം വേരിയബിളിനോട് എ എന്ന നമ്പർ കൂട്ടിയാലും റാൻഡം വേരിയബിൾ ആയിരിക്കും. എ കൊണ്ട് ആ റാൻഡം വേരിയബിളിനെ ഗുണിച്ചാൽ ദാറ്റ് ഈസ് എ ഇൻറ്റു എക്സ്, അതും റാൻഡം വേരിയബിൾ ആയിരിക്കും. എക്സും വൈയും കൂടെ കൂട്ടിയാൽ അവയും റാൻഡം വേരിയബിൾ ആയിരിക്കും. എക്സും വൈയും കൂടെ ഗുണിച്ചാൽ അതും റാൻഡം വേരിയബിൾ ആയിരിക്കും. ഇനി അതിൻ്റെ റെസിപ്രോക്കലായ 1/x അതും റാൻഡം വേരിയബിളാണ്. എക്സ് മൈനസ് വൈയും റാൻഡം വേരിയബിളാണ്. എ ഗുണം എക്സ് പ്ലസ് ബി വൈ അതും റാൻഡം വേരിയബിളാണ്. അപ്പോൾ പൊതുവിൽ പറഞ്ഞാൽ എക്സും വൈയും റാൻഡം വേരിയബിൾസ് ആണ്. എയും ബിയും 2 സ്ഥിരസംഖ്യകളാണെന്ന് വിചാരിക്കുക. അവരെ കൂട്ടിയാലോ കുറച്ചാലോ ഗുണിച്ചാലോ റെസിപ്രോക്കൽ എടുത്താലോ ഡിഫറൻസ് എടുത്താലോ എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഇൻറ്റു വൈ എന്നിവ ചെയ്ത് നോക്കിയാലും അവ റാൻഡം വേരിയബിൾസ് ആയിരിക്കും. അടുത്ത പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. നമ്മൾ ഇത്രയും സമയം പഠിച്ച കാര്യങ്ങൾ ഒന്ന് സമ്മപ്പ് ചെയ്യുകയാണ്. അതിൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ് എക്സ് എന്നത് റാൻഡം വേരിയബിളാണ്, അതിൽ നിന്നും പ്രോബബിലിറ്റിയും കണ്ടുപിടിച്ചു. അപ്പോൾ അതിന് നമ്മളൊരു ടേബിളായിട്ട് എഴുതി വയ്ക്കുന്നു. ആ ടേബിളായിട്ട് എഴുതി വയ്ക്കുന്നതിനെയാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ PMF എന്ന് പറയുന്നത്. ദി അറേ ഓഫ് വാല്യൂസ് ഓഫ് റാൻഡം വേരിയബിൾസ് ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് കോൺസ്റ്റിറ്റ്യൂട്ട് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. 2 കണ്ടീഷനുണ്ട്. എല്ലാ പ്രോബബിലിറ്റിയും പോസിറ്റീവ് ആയിരിക്കണം. എല്ലാ പ്രോബബിലിറ്റിയും കൂടെ കൂട്ടിയാൽ 1 കിട്ടണം. ഒന്നുകൂടി പറയും, ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ എക്സ് വാല്യൂസ് ആൻഡ് PX വാല്യൂസ് ഇൻ എ ടേബിൾ ഈസ് കോൾഡ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. അതിൻ്റെ അത് 2 കണ്ടീഷനുണ്ട്. പ്രോബബിലിറ്റീസ് എല്ലാം പോസിറ്റീവ് ആയിരിക്കണം. പ്രോബബിലിറ്റി എല്ലാം കൂടെ കൂട്ടിയാൽ 1 കിട്ടണം. അപ്പോൾ ദി അറേ ഓഫ് വാല്യൂസ് ഓഫ് റാൻഡം വേരിയബിൾസ് ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് കോൺസ്റ്റിറ്റ്യൂട്ട് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ PMF സച്ച് ദാറ്റ് എങ്ങനെയെന്നാൽ every probability is non-negative number, that is Px is greater than or equal to 0. രണ്ടാമത്തത് the sum of all probability is always unity. ഇച്ചിരി കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ സിഗ്മ Px equal to 1. ഈ PXൻ്റെ പ്രോപ്പർട്ടീസ് പറയുകയാണ്, അതായത് PMFൻ്റെ പ്രോപ്പർട്ടി. PMF എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു എക്സ് ലൈൻ വേണം, PX ലൈൻ വേണം. അപ്പോൾ അതൊരു അരേ ആയിട്ടൊരു ടേബിളായിട്ട് എഴുതിയാൽ അതിൻ്റെ പേരാണ് PMF. അതിൻ്റെ പ്രോപ്പർട്ടീസ് പറയുകയാണ് Px ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ്. എല്ലാ എക്സ് വിലകൾക്കും പ്രോബബിലിറ്റി പോസിറ്റീവ് ആയിരിക്കും. രണ്ടാമത്തെ കണ്ടീഷൻ പ്രോബബിലിറ്റി എല്ലാം കൂടി കൂട്ടിയാൽ 1 കിട്ടും. മൂന്നാമത്തെ പ്രോബബിലിറ്റി ബി എന്ന നമ്പർ എക്കും സിക്കും ഇടയിലാണെങ്കിൽ എ ലെസ് ദാൻ ബി ലെസ് ദാൻ സി, അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി ഈക്വൽ ടു P of A less than X less than or equal to B plus probability of B less than X less than C. ഇനി 2 വേരിയബിളിൻ്റെ സമ്മിൻ്റെ പ്രോബബിലിറ്റി ആണെങ്കിൽ P of X1 plus P of X2.
ഈ 4 പ്രോപ്പർട്ടി ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് 1ഉം 2ഉമാണ്. ഒരു എക്സർസൈസാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നത് ഒരു PMF ആണ്. ഇഫ് ദ PMF ഓഫ് എ റാൻഡം വേരിയബിൾ ഈസ് ഗിവൺ ബൈ എക്സ്, PX, എക്സ് വരി PX വരി, അപ്പോൾ അത് PMF ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ അതിൽ കെയുടെ വാല്യൂ എന്തായിരിക്കും? P of x ലെസ് ദാൻ 3 എത്രയാണ്? പ്രോബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 എത്രയാണ്? ഈ 3 ക്വസ്റ്റ്യനും ചെയ്യുന്ന സൊല്യൂഷൻസ് ഒന്ന് പറയാം. PMF ആണെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് സിൻസ് ഇറ്റ് ഈസ് എ PMF, ദ ടോട്ടൽ പ്രോബിലിറ്റി ഈസ് 1. അതായത് P ലൈൻ കൂട്ടിയാൽ 1 കിട്ടും. P എല്ലാം കൂടി ഞാൻ കൂട്ടുകയാണ്. P പ്രോബിലിറ്റീസിൻ്റെ സം 0.1 പ്ലസ് 0.3 പ്ലസ് K പ്ലസ് 0.4 ഈക്വൽ ടു 1. കാരണം ഇത് PMF ആണെന്ന് തന്നിട്ടുണ്ട്. PMF എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി വരി കൂട്ടിയാൽ 1 കിട്ടണം. അപ്പോൾ നമ്മൾ Kക്ക് വേണ്ടി സോൾവ് ചെയ്യുമ്പോൾ K ഈക്വൽ ടു 0.2 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ PMFനെ ഒന്ന് നല്ലതുപോലെ Kയുടെ വാല്യൂ ചേർത്ത് ആ പട്ടിക ഒന്നെടുത്ത് എഴുതുകയാണ്. എങ്ങനെ എഴുതുന്നത്? എക്സ് ലൈൻ എഴുതി 0, 1, 2, 3. PX വരി എഴുതുകയാണ് 0.1, 0.3. ആ Kയുടെ വാല്യൂ അവിടെ വയ്ക്കുകയാണ് 0.2, 0.4. ഇനി ശരിയാണോ എന്നൊന്നും കൂടി നമുക്ക് നോക്കാം. 0.1 പ്ലസ് 0.3 പ്ലസ് 0.2 പ്ലസ് 0.4 കൂട്ടിക്കഴിഞ്ഞാൽ 1 കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രോബിലിറ്റി ഓഫ് എക്സ് വിലകൾ 3ന് താഴെ. പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 3. 3ന് താഴെ എന്ന് പറയുമ്പോൾ ടേബിൾ നോക്കിയാൽ അറിയാം 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. ഒന്നുകൂടി പറയും. പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വില 3ന് താഴെ. 3ന് താഴെ എന്ന് പറഞ്ഞാൽ 0, 1, 2. P of 0 പ്ലസ് P1 പ്ലസ് P2 വിച്ച് ഇസ് ഈക്വൽ ടു അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ് കൂട്ടുക. 0.1 പ്ലസ് 0.3 പ്ലസ് 0.2 ഈക്വൽ ടു 0.6. അടുത്ത മൂന്നാമത്തെ ചോദ്യം, പ്രോബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. എക്സിൻ്റെ വില 1നും 3നും ഇടയിൽ, 1, 3 ഇല്ല, ഈക്വൽ ടു ഇല്ലാത്തതുകൊണ്ട്. പ്രോബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ P of 2. P of 2 എന്ന് പറഞ്ഞാൽ 0.2. എക്സിൻ്റെ വില 1നും 3നും ഇടയിൽ എന്ന് പറഞ്ഞാൽ അത് 2 ആണ്. പ്രോബിലിറ്റി ഓഫ് 2 ആണ്. പ്രോബിലിറ്റി ഓഫ് 2 ടേബിൾ നോക്കിയാൽ 0.2 ആണ്. അടുത്തത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അതിനെ ക്യാപിറ്റൽ FX എന്നാണ് പറയുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചത് P of x, പ്രോബിലിറ്റി ഓഫ് എക്സ്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാപിറ്റൽ FX. The cumulative distribution function FX of a discrete random variable x with PMF PX is defined as Fx equal to probability of x less than a small x. എക്സിൻ്റെ ഒരു നിശ്ചിത വിലകൾക്ക് താഴെയുള്ള എല്ലാ പ്രോബിലിറ്റികളും എന്ന് പറഞ്ഞാൽ സിഗ്മ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് PX. ആ മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഏറ്റവും ചെറിയ വില. തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിലാണെങ്കിൽ എക്സിൻ്റെ ഏറ്റവും വലിയ ചെറിയ വില 0, തൊട്ടടുത്ത വില 1, 2. ആ എക്സ് എന്ന് പറയുന്നത് ഏത് നമ്പർ വരെ കൂട്ടാനാണോ ചോദിക്കുന്നത് അതുവരെ. മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് സം ഓഫ് പ്രോബിലിറ്റി ഓഫ് എക്സ്. ഇതിൻ്റെ പേരാണ്. ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് ഇയറിൽ പഠിച്ചത് കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നല്ല പഠിച്ചത്. അവിടെ ഒഗീവ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ലെസ് ദാൻ ഒഗീവ് ആൻഡ് ഗ്രേറ്റർ ദാൻ ഒഗീവ്. അവിടെയും കുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ കണ്ടു. അതുപോലെ ഇവിടെയും പ്രോബിലിറ്റിയിൽ ഫ്രീക്വൻസികളെ കൂട്ടി എഴുതിയാൽ കിട്ടുന്ന ഫംഗ്ഷൻ്റെ പേരാണ് കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ക്യാപിറ്റൽ FX. പ്രോബിലിറ്റി കൂട്ടുക. അടുത്ത പ്രോപ്പർട്ടീസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. പ്രോപ്പർട്ടീസ് ഓഫ് ക്യാപിറ്റൽ FX എന്ന് പറഞ്ഞാൽ കൂട്ടി എഴുതുന്ന കുമുലേഷൻ ഫ്രീക്വൻസി, കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നാമത്തത് ക്യാപിറ്റൽ FX ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കാരണം സ്മോൾ പികളെല്ലാം പോസിറ്റീവാണ്. അതുകൊണ്ട് FXും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. രണ്ടാമത്തത് FX ഈസ് നോൺ ഡിക്രീസിങ്. FX കുറയുന്നതല്ല എന്ന് പറഞ്ഞാൽ കൂട്ടി എഴുതിയാൽ അത് കുറയുന്നതല്ല. അപ്പോൾ അതിനെ പറയുന്നു നോൺ ഡിക്രീസിങ്. FX ഈസ് റൈറ്റ് കണ്ടിന്യൂസ്. ഗ്രാഫ് വരച്ച് നോക്കിയാൽ നമ്മൾക്കറിയാം അത് റൈറ്റിലേക്ക് വർദ്ധിച്ച് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതാണ്. FX ഈസ് റൈറ്റ് കണ്ടിന്യൂസ്. ഇനി F ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ ടു 0. എക്സിൻ്റെ ഏറ്റവും ചെറിയ വിലയ്ക്ക് താഴെ ഒരു പ്രോബിലിറ്റിയും കൂട്ടിയെടുക്കാൻ കാണില്ല. അതിൻ്റെ പേര് F ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ ടു 0. F ഓഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നുണ്ട്. F ഓഫ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഏറ്റവും വലിയ വില വരെയുള്ള എല്ലാ ഫ്രീക്വൻസികളെയും കൂട്ടിയെടുത്തു. F ഓഫ് ഇൻഫിനിറ്റി ഈക്വൽ ടു 1. അടുത്തത് അഞ്ചാമത്തെ പ്രോപ്പർട്ടി
രണ്ട് ഇൻ്റർവെലിനിടയിലുള്ള പ്രോബിലിറ്റി ചോദിക്കുകയാണെങ്കിൽ ബി വരെയുള്ള പ്രോബിലിറ്റി കൂട്ടിയതിൽ നിന്നും എ വരെയുള്ള പ്രോബിലിറ്റി കൂട്ടിയത് കുറച്ചാൽ മതി. പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സമം എഫ് ബി വരെയുള്ള പ്രോബിലിറ്റി മൈനസ് എഫ് ഓഫ് എ. അടുത്തത് ഗ്രാഫ് ഓഫ് എഫ് എക്സ് ഈസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റെപ്സ്. പടിപടിയായിട്ടാണ് ഗ്രാഫ് ഇരിക്കുന്നത്. ആ പ്രോപ്പർട്ടീസ് ഒന്നുകൂടി പറയാം. എഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, എഫ് എക്സ് ഈസ് നോൺ ഡിക്രീസിങ്, എഫ് എക്സ് ഈസ് റൈറ്റ് കണ്ടിന്യൂസ്, എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഈസ് 0, എഫ് ഓഫ് ഇൻഫിനിറ്റി ഈസ് 1, പി ഓഫ് എ ടു ബി ഈസ് എഫ് ബി മൈനസ് എഫ് എ. ഗ്രാഫ് ഓഫ് എഫ് എക്സ് ഈസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റെപ്സ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ, അതായത് മീൻ ആൻഡ് വേരിയൻസ്. മീനും വേരിയൻസും നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. ഇവിടെ എക്സും പിയും ഉള്ളത് കൊണ്ട് ഇവിടെയും മീനും വേരിയൻസും പഠിക്കുന്നു. മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ മീൻ ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഈസ് ഡിഫൈൻഡ് ആസ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു പി എക്സ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചത് തന്നെ തുക ഭാഗം എണ്ണം എന്ന് പറയുന്ന ഐഡിയ. ഇവിടെ എക്സ് പി എക്സിന് എഫിന് ഫ്രീക്വൻസിക്ക് പകരം പി ഓഫ് എക്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ മീൻ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു പി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് കോളത്തെ അല്ലെങ്കിൽ എക്സ് ലൈനിനെ കറസ്പോണ്ടിങ് പി ലൈൻ കൊണ്ട് ഗുണിച്ചിട്ട് അതിനെ കൂട്ടി എഴുതുക. വേരിയൻസ് ഓഫ് എക്സ് ഈസ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. ആ ഇ എക്സ് എന്ന് പറയുന്ന മീനാണ്, അത് തൊട്ട് മുമ്പിൽ കിട്ടും നമുക്ക്. ഇ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് പി എക്സ്. അടുത്ത എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ പി എക്സ്. എക്സിൻ്റെ വർഗം എടുത്തതിന് ശേഷം പ്രോബിലിറ്റി കൊണ്ട് ഗുണിക്കുക. അങ്ങനെ നമുക്ക് മീനും വേരിയൻസും കിട്ടും. അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ്. മീനിൻ്റെ പ്രോപ്പർട്ടീസ്. ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മീനാണ്. മീനിൻ്റെ പ്രോപ്പർട്ടീസ്: ഇഫ് എക്സ് റെപ്രസെൻറ്റ്സ് എ റാൻഡം വേരിയബിൾ എ ആൻഡ് ബി എനി ടു കോൺസ്റ്റൻസ് ദെൻ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എ ഈക്വൽ ടു എ. എ എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യയാണെങ്കിൽ ആ സ്ഥിരസംഖ്യകളുടെ മീൻ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എ ഈക്വൽ ടു എ. ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും 5 മാർക്ക്. വാട്ട് ഈസ് ദ മീൻ? എക്സ്പെക്റ്റേഷൻ ഓഫ് ദ ക്ലാസ്, എക്സ്പെക്റ്റേഷൻ ഓഫ് ദ വേരിയബിൾ, എല്ലാവർക്കും 5 മാർക്കാണ്. അപ്പോൾ മീന് 5 തന്നെയാണ്. എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എ ഗുണം എക്സ്, ഒരു നമ്പർ കൊണ്ട് കിട്ടിയ മാർക്കിനെ മുഴുവനും ഗുണിക്കാൻ പറഞ്ഞു എങ്കിൽ എ ടൈംസ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് ആയിരിക്കും. അതായത് ഒറിജിനൽ ഡാറ്റയുടെ മീനിനെ നിങ്ങൾ എത്ര കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്തത്, മൾട്ടിപ്ലൈഡ് വാല്യൂ ആയിരിക്കും ആ മീൻ എന്ന് പറയുന്നത്. അടുത്തത് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് പ്ലസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് പ്ലസ് ബി. നിങ്ങൾ എത്രയാണോ കൂട്ടിയത് അത്രയും ഒറിജിനൽ മീനിൻ്റെ കൂടെ വർദ്ധിക്കും. എ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ അതേ റൂളിംഗ് തന്നെ എ ഗുണം എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് പ്ലസ് ബി. എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് വൈ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതേപോലെ തന്നെ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് വൈ. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, എക്സ് ആൻഡ് വൈ റാൻഡം വേരിയബിൾസ് ആണ്. ഇനി നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് പറയുക. എക്സ്പെക്റ്റേഷൻ്റെ പ്രോപ്പർട്ടീസ് 5 എണ്ണം ഉണ്ട്. അതിൽ ഒന്നാമത്തത് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എ കോൺസ്റ്റൻറ്റ് ഈസ് ദ കോൺസ്റ്റൻറ്റ് ഇറ്റ് സെൽഫ്. എ ടൈംസ് എക്സ് ഈസ് എ ഇൻറ്റു എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ്. എക്സ് പ്ലസ് ബി ഈക്വൽ ടു ഇ ഓഫ് എക്സ് പ്ലസ് ബി. നാലാമത്തെ പ്രോപ്പർട്ടി ഇ ഓഫ് എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു എ ഇൻറ്റു എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് പ്ലസ് ബി. അഞ്ചാമത്തത് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് വൈ ഈക്വൽ ടു ഇ എക്സ് പ്ലസ് ഓർ മൈനസ് ഇ വൈ. ഇനി വേരിയേഷൻ്റെ പ്രോപ്പർട്ടീസ് പറയുകയാണ്. വേരിയൻസിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എ സ്ഥിരസംഖ്യ ഈസ് 0. ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും 5 മാർക്ക്. വേരിയേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേരിയേഷൻ ഓഫ് ദ സ്ഥിരസംഖ്യ ഈസ് 0. രണ്ടാമത്തത് വേരിയൻസ് ഓഫ് എ എക്സ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. വേരിയേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി, ആ വേരിയബിൾസിനെ എ കൊണ്ട് കൂട്ടുകയും ബി കൂട്ടുകയും ചെയ്താൽ എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് എന്നായിരിക്കും ആൻസർ. അതായത് മൂന്നാമത്തെ പ്രോപ്പർട്ടിയിൽ ബി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിൻ്റെ വേരിയേഷൻ 0 ആണെന്ന് ഒന്നാമത്തെ പ്രോപ്പർട്ടിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് 0 എന്ന് കിട്ടും. അതിൽ നമ്മൾ എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് മാത്രം എഴുതും. അടുത്തത് നാലാമത്തെ പ്രോപ്പർട്ടി വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് വൈ ഈക്വൽ ടു വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് വൈ. ആ മൈനസും പ്ലസ്സായി മാറും, കാരണം മൂന്നാമത്തെ പ്രോപ്പർട്ടി അനുസരിച്ച് സ്ക്വയർ എടുക്കുമ്പോൾ പോസിറ്റീവ് ആകും. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് വൈ ഈക്വൽ ടു വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് വൈ. ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്, എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്.
നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ നിന്നും നമ്മൾ 1-2 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ ഒരെണ്ണം ഞാൻ സഹായിച്ചു തരാം. ഫൈൻഡ് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് നമ്പർ ഓഫ് ഹെഡ്സ് ഇൻ ടോസിങ് 3 കോയിൻസ്. 3 കോയിനുകൾ എറിഞ്ഞാൽ ആ കിട്ടുന്ന റാൻഡം വേരിയബിളിൻ്റെ മീനും വേരിയൻസും കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ ആദ്യം PMF നിർമ്മിക്കണം, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ നിർമ്മിക്കണം. PMF എന്ന് പറഞ്ഞാൽ എക്സ് ലൈൻ വേണം, PX ലൈൻ വേണം. ഇവിടുത്തെ റാൻഡം എക്സ്പെരിമെൻറ്റ് നമ്മൾ മനസ്സിലാക്കി. ഏതാണ്? ടോസിങ് 3 കോയിൻസ്. 3 കോയിൻ ഇറങ്ങിയാൽ സാമ്പിൾ സ്പേസ് നമുക്കറിയാം. HHH, THH അങ്ങനെ തുടങ്ങി ടെയിലിൽ അവസാനിക്കുന്നത്. അങ്ങനെ 8 എണ്ണമുണ്ട്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് ഹെഡ്സിൻ്റെ മീനാണ് ചോദിച്ചത്. അപ്പോൾ എക്സ് ഈസ് ദ റാൻഡം വേരിയബിൾ നമ്പർ ഓഫ് ഹെഡ്സ്. സാമ്പിൾ സ്പേസ് നോക്കിയാൽ നമുക്കറിയാം എക്സിൻ്റെ വില 0 എന്ന് പറഞ്ഞാൽ ഹെഡേ ഇല്ല, അതായത് ദാറ്റ് കറസ്പോണ്ട്സ് ടു ടെയിൽ. അതിൽ ഹെഡ് ഇല്ലാത്തത് കൊണ്ട് 0 എന്ന് എഴുതി. അടുത്തത് ഒരു ഹെഡുള്ള 3 പേരുണ്ട്. 2 തല വരുന്നത് HHT. നിങ്ങൾക്ക് സാമ്പിൾ സ്പേസ് നോക്കുമ്പം കാണാം. എക്സിൻ്റെ വില 3 വരുന്നത് HHH. അപ്പോൾ എക്സിന് ഇവിടെ സ്വീകരിക്കാൻ പറ്റുന്ന വിലകൾ x = 0, 1, 2, 3. ഇനി ഞാൻ അതിനെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനായിട്ട് ടേബിളിൽ എഴുതുകയാണ്. എക്സ് 0, 1, 2, 3. പ്രോബബിലിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസിൽ 8 എണ്ണം ഉണ്ട്. അപ്പോൾ അത് 0 എന്ന് കണ്ടത് ടെയിലിൻ്റെതാണ്. അപ്പോൾ 1/8, മറ്റത് 3/8. അടുത്ത പ്രോബബിലിറ്റി 3/8. എക്സിൻ്റെ വാല്യൂ 3 ആകുമ്പോൾ പ്രോബബിലിറ്റി 1/8. അപ്പോൾ എനിക്കിനി മീനും വേരിയൻസും കാണണം. അതിന് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് ഒരു ടേബിൾ നിർമ്മിക്കും. ആ ടേബിളിൻ്റെ ഹെഡിങ്സ് ഒന്ന് പഠിക്കാം. എക്സ്, പ്രോബബിലിറ്റി ഓഫ് എക്സ്, അതായത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ താഴേക്ക് എടുത്ത് എഴുതുക, കോളത്തിൽ എഴുതുക. കോളത്തിൽ എഴുതിയാൽ എക്സ് ലൈൻ PX ലൈനിനെ കുത്തനെ എടുത്തെഴുതുന്നു. അപ്പോൾ അത് കോളത്തിൽ എഴുതി. അടുത്തത് എക്സിനെ PX കൊണ്ട് ഗുണിക്കണം. അടുത്തത് x² PX കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമ്മൾ PX എഴുതിയിട്ടുണ്ട്. 0 × 1/8. ആദ്യത്തെ വാല്യൂ x × PX 0. അടുത്ത x × PX 1 × 3/8. ആൻസർ 3/8. 2 × 3/8 6/8. 3 × 1/8. ആൻസർ ഈസ് 3/8. അടുത്ത കോളം x² × PX. എക്സിന് മാത്രമേ സ്ക്വയർ ഉള്ളൂ. 0യുടെ സ്ക്വയർ 0 × 1/8. ആൻസർ 0. അടുത്ത x 1 ആണ്. 1ൻ്റെ സ്ക്വയർ 1 ആണ്. 1 × 3/8. അടുത്ത 2 ആണ്. എക്സിൻ്റെ വാല്യൂ 2 ആണ്. 2ൻ്റെ സ്ക്വയർ 4 ആണ്. 4 × 3/8 12/8. ഇനി നമുക്ക് 2 കോളം കൂട്ടാനുണ്ട്. x × PX കൂട്ടണം, x² PX കൂട്ടണം. രണ്ടും കൂടി കൂട്ടുമ്പോൾ 12/8 എന്നും 24/8 എന്നും കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് കൂട്ടിയാൽ മതി. അടുത്ത മീൻ കാണാനുള്ള ഫോർമുല എഴുതുന്നു. മീൻ ഓഫ് x = എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് x ഈസ്, നമ്മൾ പഠിച്ചതാണ്, x PX ഗുണിച്ച് കൂട്ടിയത്. x × PX ഗുണിച്ചിട്ട് കൂട്ടിയത് 12/8. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1.5. വേരിയൻസ് ഓഫ് x ഈസ് e of x² - ex the whole square. e of x² എന്ന് പറയുന്നതാണ് നമ്മൾ രണ്ടാമത് കൂട്ടി വെച്ച കോളം. അതാണ് 24/8, അതായത് x² × PXൻ്റെ സം, മൈനസ് e of x the whole square, അതായത് 1.5 എന്ന് തൊട്ട് മുമ്പിൽ മീൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സ്ക്വയർ എടുത്ത് കുറയ്ക്കുക. ആൻസർ 0.75. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ അകത്ത് ഒരു PMF ഉണ്ടാക്കിയതിന് ശേഷം അതിൽ നിന്നും മീനും വേരിയൻസും കാണാനാണ്. മീനും വേരിയൻസും എപ്പോൾ ചോദിച്ചാലും നിങ്ങൾ നിർമ്മിക്കേണ്ട കോളംസ് x × PX ഉം x² PX ആണ്. അത് രണ്ടും കൂടി കൂട്ടണം. കൂട്ടിയിട്ട് നമ്മളുടെ ഫോർമുലയ്ക്കകത്ത് കൊടുത്താൽ മീനും കിട്ടും, വേരിയൻസും കിട്ടും. അപ്പോൾ നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്താണെന്ന് പഠിച്ചു. അതിനെ ഒരു മീനും വേരിയൻസും കാണുന്ന ഘട്ടം വരെ എത്തി. അപ്പോൾ ഇത്രയും നേരം പഠിച്ചതിന് ഞാനൊന്ന് സമ്മപ്പ് ചെയ്യുകയാണ്. ആദ്യം പഠിച്ചത് റാൻഡം വേരിയബിൾ. റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ ദി സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് റാൻഡം വേരിയബിൾ. ആ റാൻഡം വേരിയബിളിൽ നിന്നും ഉണ്ടാകുന്ന പ്രോബബിലിറ്റികൾ ചേർത്ത് നമുക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിനെയാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് പ്രോപ്പർട്ടീസ് ഓഫ് റാൻഡം വേരിയബിൾസ്. പ്രോപ്പർട്ടീസ് ഓഫ് റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ 2 റാൻഡം വേരിയബിളെ കൂട്ടിയാൽ റാൻഡം വേരിയബിൾ ആയിരിക്കും. ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് റാൻഡം വേരിയബിളിനെ ഗുണിച്ചാൽ അതും റാൻഡം വേരിയബിൾ ആയിരിക്കും. ഒരു റാൻഡം വേരിയബിളിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ 1/x റാൻഡം വേരിയബിൾ ആയിരിക്കും. അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. നമുക്ക് അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും.
പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്നാൽ എന്ത്? ദി അറേ ഓഫ് വാല്യൂസ് ഓഫ് റാൻഡം വേരിയബിൾസ് ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് ഇൻ എ ടേബിൾ ഈസ് കോൾഡ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. PMF എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ടീഷൻ ഉണ്ടാവും. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പ്രോബബിലിറ്റി ലൈനിൽ എഴുതിയിരിക്കുന്ന എല്ലാ നമ്പറുകളും പോസിറ്റീവ് ആയിരിക്കും, 0 ആകാം. അടുത്ത് പറഞ്ഞത് ആ പി പ്രോബബിലിറ്റീസ് എല്ലാം കൂടി കൂട്ടിയാൽ 1 കിട്ടും. അങ്ങനെ പ്രോബബിലിറ്റിയുടെ രണ്ട് പ്രോപ്പർട്ടീസാണ് പി ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് സമ്മേഷൻ ഓഫ് പി എക്സ് ഈസ്, പി എക്സ് ലൈനിൻ്റെ സം എന്ന് പറയുന്നത് 1 ആയിരിക്കും. പിന്നെ നമ്മളവിടെ നിന്ന് പഠിച്ചത് ഒരു വാല്യൂ കെ ഡാഷായിട്ട് കാണിക്കും, അല്ലെങ്കിൽ ഫൈൻഡ് വാല്യൂ ഓഫ് കെ എന്ന് ചോദിക്കും. ആ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ 1-2 പ്രോബ്ലംസൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. പിന്നെ വന്നതാണ് കുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റീസിനെ കൂട്ടുന്ന പ്രക്രിയയാണ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച സാധനം തന്നെയാണ്. അപ്പോൾ എഫ് എക്സ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് -∞ ടു എക്സ് പി എക്സ് ഈസ് കോൾഡ് കുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ. ഇനി കുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. ക്യാപിറ്റൽ എഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, എഫ് എക്സ് ഈസ് നോൺ ഡിക്രീസിങ്, എഫ് എക്സ് ഈസ് റൈറ്റ് കണ്ടിന്യൂസ്, ഏറ്റവും ചെറിയ വിലയ്ക്ക് താഴെ ഒന്നും കൂട്ടാനില്ല, എഫ് ഓഫ് -∞ 0, എഫ് ഓഫ് +∞ ഈക്വൽ ടു 1, ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ. അടുത്തത് mean and variance. Mean is expected value of x equal to sigma x into px. Variance of x is expected value of x square minus ex the whole square. അത് രണ്ടും കണ്ടുപിടിക്കുന്നതിനായിട്ട് ടേബിൾ സെറ്റ് ചെയ്യണം. ടേബിളിൽ എക്സ് പി എക്സ്, എക്സ് ഇൻറ്റു പി എക്സ്, എക്സ് സ്ക്വയർ ഇൻറ്റു പി എക്സ്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് എക്സ്പെക്റ്റേഷൻ പഠിച്ചു. എ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എ ഗുണം എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ്, എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഇ എക്സ് പ്ലസ് ബി, ഇ ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ഇ എക്സ് പ്ലസ് ബി. അങ്ങനെ 5 പ്രോപ്പർട്ടീസ്. അടുത്ത പ്രോപ്പർട്ടീസ് ഓഫ് വേരിയൻസ് ഓഫ് എക്സ്. വേരിയൻസ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഈസ് 0, വേരിയൻസ് ഓഫ് എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്, വേരിയൻസ് ഓഫ് എ ഇൻറ്റു എക്സ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്, വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് വൈ ഈക്വൽ ടു വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് വൈ. കൂടാതെ എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. നമ്മുടെ റാൻഡം വേരിയബിൾസിൻ്റെ 1ാമത്തെ സെക്ഷൻ കഴിഞ്ഞു. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതാണ്. താങ്ക് യു സ്റ്റുഡൻസ്.